ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കുക, ഗൈനക്കോളജി ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം യൂത്ത് ലീഗ് സിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് മുന്നിൽ കൂട്ടധർണ നടത്തി. മുസ്ലിം ലീഗ് നേതാവ് കെ അഹമ്മദ് അലി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ബീച്ച് ആശുപത്രി വനിതാ മെഡിക്കൽ കോളേജ് ആക്കുമെന്ന പ്രസ്താവന നടപ്പിൽ വരുത്തുക, HDA ഫണ്ട് ആശുപത്രിയുടെ ദൈനംദിന കാര്യങ്ങൾക്ക് ചിലവഴിക്കുക, ആവശ്യത്തിന് ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് സിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ നടത്തിയത്. ബീച്ച് ആശുപത്രിക്ക് മുന്നിൽ നടന്ന ധർണ മുസ്ലിം ലീഗ് നേതാവ് കെ അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ ബീച്ച് ആശുപത്രിയിൽ മാത്രമല്ല, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പറമ്പ് ആശുപത്രിയിലും ബാഹ്യമായ ചില സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും ജനങ്ങൾക്ക് അടിസ്ഥാനപരമായി ലഭിക്കേണ്ട സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ടീച്ചർ. നമ്മുടെ ബഹുമാന്യനായ MLA ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതിനേക്കാൾ ഉപരിയായി അതിന് പബ്ലിസിറ്റി നൽകുന്ന കാര്യം. ആശുപത്രിയിലെ മാലിന്യ സംസ്കരണവും ഡ്രെയിനേജ് സംവിധാനവും ശാസ്ത്രീയമായി മെച്ചപ്പെടുത്തണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. യൂത്ത് ലീഗ് സിറ്റി കമ്മിറ്റി പ്രസിഡന്റ് A സഫറി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ നാസിമൂപ്പൻ, MA ഷാജഹാൻ, PP നാസർ, മൊയ്തീൻ ബാപ്പു, നാസർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.